നമുക്ക് അലിയയുടെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ സ്റ്റാൻലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്ന സമയത്ത് അലീന എത്തിയിട്ടുണ്ടായിരുന്നില്ല. പൗലോസ് വന്നിട്ട് പറഞ്ഞു, അതെ ഇന്ന് ആ കുഞ്ഞ് ഉപവാസമാണെന്ന് പറഞ്ഞു. ശരി. സ്റ്റാൻലി ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ചെഴുന്നേറ്റ് നേരെ അലീനയുടെ മുറിയിലേക്ക് വന്നു. പക്ഷെ അവിടെ അലീനയെ കണ്ടില്ല. ഇവളിത് എവിടെ പോയി എന്നോർത്ത് സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ അവിടെ സിറ്റ് ഔട്ടിലുണ്ടായിരുന്നു അലീന അടുത്ത് അവരുടെ നായ്ക്കുട്ടികളും ഇരിപ്പുണ്ട്. അങ്ങനെ സ്റ്റാൻലിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അലീന പറഞ്ഞു, ഗുഡ് മോർണിംഗ് പപ്പ. ആ ഗുഡ് മോർണിംഗ്. അല്ല നീ എന്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാത്തെ? ഉപവാസം. ഓ നീയും വലിയ ഭക്തിക്കാരിയാണോ? അതല്ല പപ്പ. പിന്നെയോ? ഞാനൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാ. ലക്ഷ്യത്തിന് വേണ്ടിയിട്ടോ? എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പപ്പ? ഇവിടെ കുറേ ഫുഡൊക്കെ വേസ്റ്റ് ആക്കി കളയുന്നുണ്ടല്ലോ. എൻ്റെ ഭക്ഷണം കുറച്ചുകൊണ്ട് ഞാൻ ആ പാപത്തിന് പരിഹാരം ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുക. ഇനി ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപവാസമായിരിക്കും. അത് കേട്ടതും സ്റ്റാൻലിയുടെ മുഖഭാവമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മാറി. എനിക്ക് മനസ്സിലായി സ്റ്റാൻലിക്ക് ദേഷ്യം വരാൻ തുടങ്ങിയെന്ന്. ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പരുഷ സ്വരത്തിൽ പറഞ്ഞിട്ട് സ്റ്റാൻലി അങ്ങോട്ട് തിരിഞ്ഞു നടന്നു. അലീന ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. താൻ ഉപവാസമെന്ന് പറഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പപ്പായ്ക്ക് ഒരു മൈൻഡുമില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ആ സമയത്ത് അവധക്കുട്ടിച്ചാൻ തൻ്റെ മക്കളുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം റോബർട്ടിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അലീനയുടെ കാര്യത്തെക്കുറിച്ച്. അലീനെ അവിടുന്ന് പായിക്കണം എന്നാണ് അവരുടെ ഭാഷ്യം. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൽബർട്ടും എത്തി. ആൽബർട്ടും കൂടെ എത്തിയിട്ട് അവധക്കുട്ടിച്ചാൻ്റെ കാര്യങ്ങൾ പറയണം. അവളെ ഇനി ഞാൻ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവളെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വരണം. എൻ്റെ അപ്പച്ചനത് എന്തു ഭാവിച്ച ലാൽച്ചാന് നാണമില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് നാണക്കേണ്ടാക്കുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണം. ഈ പ്രായത്തിലൊരു പെണ്ണ് കയറി വന്നിരിക്കുന്നു മകളാന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ എന്ത് പറയണം? നിങ്ങളൊന്നും പറയണ്ട, അത് അവന് ഉത്തരം പറഞ്ഞോളൂ. പിന്നെ ലാൽച്ചാനോട് പേടിച്ചിട്ട് ആരെങ്കിലും ചോദിക്കുവോ? ചോദിക്കില്ലോ. ചോദിക്കുന്ന മൊത്തം ഞങ്ങളോടല്ലേ. എടാ ആൽബർട്ടെ, നിങ്ങളോടൊന്നും ചോദിക്കാൻ പോകുന്നില്ല. ചോദിച്ചാൽ പറഞ്ഞാൽ മതി ലാലിച്ചനോട് ചോദിക്കാനായിട്ട്. നല്ല കഥയെ അപ്പച്ചൻ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ. റോബർട്ട് പറഞ്ഞു, എൻ്റെ ആൽബച്ചായ അവളെ ഓടിക്കാൻ വേണ്ടി ഇവിടുന്ന് കച്ച കിട്ടി ഇറങ്ങി പോയ ആളാ. തിരിച്ചു വന്നത് കണ്ടോ? അവളുടെ സൈഡും പിടിച്ചോണ്ട്. ഇതെന്ത് മറിമായ നടക്കണേന്ന് അറിയത്തില്ല. അത് കേട്ട് കഴിഞ്ഞപ്പം അത് കുടിച്ചാൻ പറഞ്ഞു, വലിയ മറിമായോ ഒന്നും നടന്നിട്ടൊന്നും ഇല്ല. പിന്നെയോ? അതെ, അവളെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയത്തില്ല. അതെന്താ അപ്പച്ച അവൾക്ക് ഇത്ര പ്രത്യേകത എന്ന് ആൽബർട്ട് ചോദിച്ചു. എടാ അത് അവളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞു. എൻ്റെ ചിന്നമ്മയുടെ അതേ പതിപ്പല്ലേ എന്നൊക്കെ അത് കുടിച്ചാൻ തട്ടിവിട്ടു. പിന്നെ അപ്പച്ചനിപ്പോൾ കണ്ണിന് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നത്. പിന്നെ അമ്മച്ചിയുടെ അതേ പതിപ്പ് വേറെ ഇതേ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല അപ്പച്ചന് ഇനി എന്നാ അങ്ങോട്ട് പോണേ? അയ്യോ എനിക്ക് ഇന്ന് തന്നെ പോകണം. ഇന്ന് തന്നെ പോവാനോ? ഇന്നലെ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എടാ അതങ്ങനെയൊന്നും അല്ല. ഇതിപ്പോൾ എന്താ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ? നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ. അവിടെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോരുന്ന ആളാ. ഇപ്പം ആണ്ട് ഇന്ന് തന്നെ പോകണമെന്ന്. എടാ പോവാതിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കുടിച്ചാൽ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അപ്പോഴേക്കും ആൽബർട്ട് പറഞ്ഞു, ഇത് ശരിയാവെന്ന് തോന്നില്ല. ഒരു കാര്യം ചെയ്യാം, നീ അവരെ വിളിച്ച് അഞ്ജലിയിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറ. റീതാമ്മ ചേച്ചിയോട് അവരും കൂടെ അറിഞ്ഞിട്ടാണോ ഇതെന്നൊക്കെ. ഒരു പെണ്ണിനെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് അറിയണമല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാ, ചിലപ്പോൾ അവരൊക്കെ അറിഞ്ഞു കാണുമായിരിക്കുന്നേ. അവരെങ്ങനെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവർ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. എൽസമ്മ ചേച്ചിയുടെ വീട്ടുകാർ അങ്ങനത്തെ ഒരു വീട്ടുകാരല്ലേ. പക്ഷേ എങ്കിൽ അവധി കുടിച്ചാൻ അറിയാം ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും സ്റ്റാൻലി അവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പോകുന്നില്ലെന്നുള്ള കാര്യം. ഈ സമയത്ത് ഭയങ്കര ചർച്ചയിലും കാര്യങ്ങളായിരുന്നു എൽസമ്മയുടെ വീട്ടിൽ. അലീനെ അവിടുന്ന് എങ്ങനെ ഇറക്കി വിടാമെന്ന് ഉള്ളതിനെക്കുറിച്ച് റീതാമ്മയെന്ന് കുറെ കാര്യങ്ങളൊക്കെ നുണകളും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അലീനെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവരെല്ലാം ആംഗ്ലമാരില്ലാതെ വിശ്വസിച്ചു. അപ്പോൾ എത്രയും പെട്ടെന്ന് അലീനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ ഉള്ള ചർച്ചയിലും കാര്യങ്ങളുമായിരുന്നു അവർ. അലീന ഒരു നിമിഷം അവിടെ പാടില്ല. കാരണം സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ വന്നവൾ അവൾ എന്നൊരു ചിന്തയായിരുന്നു റീതാമ്മയ്ക്ക്. കാരണം റീതാമ്മയുടെ വരുമാന മാർഗം നിലച്ചു പോകും. എൽസമ്മയ്ക്കും മക്കൾക്കുമായിട്ട് നല്ലൊരു തുക സ്റ്റാൻലി കൊടുക്കുന്നുണ്ട്. എൽസമ്മയാണെങ്കിൽ ഈ പള്ളിക്കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അത്ര അത് ശ്രദ്ധിക്കാറുമില്ല. റീതാമ്മയാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് നിലച്ചു പോകുമോ എന്നൊരു പേടിയുണ്ട്. ഇവർക്ക് കിട്ടാളെ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭയം കൊണ്ടാണ് റീതാമ്മ ഇങ്ങനെ എൽസമ്മയെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല അലീനെ അവിടുന്ന് ഇറക്കി വിടാൻ ഒരുങ്ങുന്നത്. അങ്ങനെ എന്താണെങ്കിലും ഉച്ചയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അത് കുട്ടിച്ചാൻ തിരിച്ചു വരികയാണ്.
അവധിക്കുട്ടിച്ചാൻ വന്ന് ഇനിയിപ്പോൾ അലീനെ ഓടി ഇറങ്ങി ചെന്നു. ഞാനിപ്പോൾ വല്യപ്പച്ചൻ്റെ കാര്യം ഓർത്തുള്ളൂ. എത്ര ദിവസമായി പോയിട്ട് ഒരൊറ്റ അടി അങ്ങോട്ട് വെച്ച് വരും. ഇന്നലെയല്ലേ ഞാൻ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞു. ഇന്നലെ ആയിരുന്നില്ല അല്ലേ? ഞാൻ ആ കാര്യം അങ്ങോട്ട് മറന്നുപോയി. ഞാൻ വിചാരിച്ചു 3-4 ദിവസമായെന്ന്. അപ്പോഴേക്കും അവധിക്കുട്ടിച്ചാൻ മുഖത്തൊരു കൃത്രിമ ദേഷ്യമൊക്കെ വരുത്തി. പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് വീടിനകത്തേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അലീന പറഞ്ഞു, ദേ വലിപ്പിച്ച വിശേഷങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. വിശേഷങ്ങളോ? ഒന്നും പറയണ്ട എൻ്റെ മോളെ. അവിടെ വലിയ ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുക. നിന്നെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് ആ റീത്താമ്മയൊക്കെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന അവരൊന്നും ഇങ്ങോട്ടേക്കൊന്നും പ്രശ്നം ഉണ്ടാക്കത്തെ എന്തുകൊണ്ടാണെന്നറിയോ? നിന്റെ പപ്പ ഒരു സിംഹം ആയതുകൊണ്ടാ. സിംഹോ? നേരത്തെ വല്യപ്പച്ചൻ പറഞ്ഞ കടുവയാന്നാണല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവധിക്കുട്ടിച്ചാനൊന്ന് ചിരിച്ചു. അപ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കര ടെൻഷനായി. അലീന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനിവിടുന്ന് സ്ഥലം വരേണ്ട വരുമോ? അങ്ങനെ സ്ഥലം വരേണ്ടൊന്നും വരത്തില്ല. ചിലപ്പോൾ നിന്നെ ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും സ്ഥലം മാറ്റാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തും. അല്ല ഞാൻ കാരണം പപ്പായിക്ക് ഇനിയിപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഞാൻ സമരം നടത്തി. സമരോ? അത് കുടിച്ചാനൊന്നും ഞെട്ടിപ്പോയി. അതെ, ഉപവാസ സമരം. ഉപവാസോ? അതേന്നേ. വല്യപ്പച്ചന് മനസ്സിലായി. അപ്പം നീ സമരം നടത്തുമെന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ലാൽച്ചിനെതിരെയാണ് നീ സമരം നടത്തുന്നത്. എങ്കിൽ നീ പട്ടിണി കിടന്ന് ചത്തു പോകത്തുള്ളൂ മോളെ എന്ന് പറഞ്ഞു. നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് അവരുടെ സ്വഭാവം. അതെ, അങ്ങനെയൊന്നും ചാകാനൊന്നും എനിക്ക് മനസ്സില്ല. 1-8 ദിവസങ്ങളിൽ അതുകൊണ്ട് ഞാൻ ഉപവാസം നടത്തുന്നത്. അതെ, വല്യപ്പച്ചൻ്റെ മോനെ ഒന്ന് നേരെയാക്കാൻ പറ്റുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. അങ്ങനെ വിട്ടുകൊടുക്കുന്നില്ല എന്ന് അലീന പറഞ്ഞു. അതെ മോളെ, അവനെക്കുറിച്ച് നിനക്കറിയാലോ. ലാലിച്ചനെ തോക്ക് പിടിച്ച് പട്ടാളക്കാരുടെയൊക്കെ ശത്രുക്കളുടെ മുന്നിൽ തോക്ക് പിടിച്ച് നിന്നവനാ. അവനൊരു പട്ടാളക്കാരനാന്നുള്ള കാര്യം നീ മറന്നു പോരുത്. പിന്നെയാണോ നിന്നെ ഉപവാസമുറകളുമായിട്ട് അവൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നത്? നീ വെറുതെ തോറ്റു പോകത്തുള്ളൂ. അല്ല, രാവിലെ നീ ഒന്നും കഴിച്ചില്ലെന്ന് ചോദിച്ചു. ഇല്ല, ഉച്ചയ്ക്കും ഒന്നും കഴിച്ചില്ലേ? ഇല്ല എന്ന് പറഞ്ഞു. കൊള്ളാം, നല്ല കഥയെ. നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് ഈ സമരമുറകളൊക്കെ നിർത്തിയിട്ട് വല്ല ആഹാരം കഴിക്കാൻ നോക്ക്. വെറുതെ അല്ല, നിന്റെ മുഖത്തൊരു വാട്ടം കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്കൊരു പ്രശ്നമില്ല വല്യപ്പച്ച. പിന്നെ പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരാൻ പറഞ്ഞിട്ട് അലീനയുടെ കയ്യിലേക്ക് പിടിച്ചു. പിന്നീട് അലീന പറഞ്ഞു, വല്യപ്പച്ച ഈ കേണലിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് എനിക്ക് വെല്ലുവിളിക്കാൻ പറ്റുമോ? തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്താൻ പറ്റുമോ? ഇതൊന്നുമില്ല. പിന്നെ ഞാൻ നോക്കിയിട്ട് ഒരു മാർഗമുള്ളൂ, ഇത് മാത്രം. അതാണ് എൻ്റെ സമരമുറ എന്ന് പറഞ്ഞു. എന്നാലും മോളെ, പട്ടിണി കിടക്കാന്ന് പറയുമ്പോൾ കുറച്ചത് കടുപ്പല്ലേ അത്? പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ആരോഗ്യം മുഴുവൻ പോകത്തില്ലേ? ഒന്നും സംഭവിക്കില്ല. ഓർഫനേജിലായിരുന്ന സമയത്ത് ഞാൻ എത്രമാത്രം പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് അറിയാവോ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല വല്യപ്പച്ചൻ എന്നെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പക്ഷെ അത് കുടിച്ചാൽ ഭയങ്കര ടെൻഷനാണ്. അലീന ഫുഡ് കഴിച്ചില്ലെങ്കിൽ അലീനയുടെ മുഖമൊക്കെ ഫുഡ് കഴിക്കാതെ വാടിയിരിക്കുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവത് കുടിച്ചാൻ്റെ മനസ്സിൽ. അവത് കുടിച്ചാൻ ഇതൊക്കെ ഇട്ടിഞ്ഞ് ഭയങ്കര വിഷമായി. ഓർഫനേജിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ്. താനാണ് ഇതിൻ്റെ കാരണക്കാരൻ. ഒരു പക്ഷെ അന്ന് ലാലിച്ചൻ തന്നോട് വന്ന് സംസാരിച്ചാണ് അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ സമ്മതിച്ചില്ല. പിന്നീട് അന്നത്തെ DSP ആയിരുന്ന രാവണിമേനം വന്ന് സംസാരിച്ച കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നെങ്കിൽ കൊന്നുകള, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഫനേജിൽ ആക്കാൻ പറഞ്ഞ്. അന്നൊരു പക്ഷേങ്കിൽ താൻ ഒരു ഉചിതമായ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവൾ ഓർഫനേജിൽ കഴിയേണ്ട വരത്തില്ലായിരുന്നു. ആ ഒരു കുറ്റബോധം അവത് കുടിച്ചാൻ്റെ മനസ്സിലുണ്ട്. പെട്ടെന്ന് അവത് കുടിച്ചാൻ പറഞ്ഞു, ഞാൻ ലാലിച്ചിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. എന്താ വിളിപ്പിച്ച? അവനെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവത് കുടിച്ചാനങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. ഒടുവിൽ അവത് കുടിച്ചാൻ ചെല്ലുമ്പോൾ പതിവ് പോലെ തന്നെ മദ്യക്കുപ്പിയുടെ അടപ്പൊക്കെ തുറന്ന് മദ്യം ഒഴിക്കാൻ തുടങ്ങുവാണ് സ്റ്റാലി. അവത് കുടിച്ചാനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അപ്പച്ചനും കൂടെ പെട്ടെന്ന് പോന്നോ? അല്ല, അപ്പച്ചൻ 2 ദിവസം കഴിഞ്ഞിട്ടാ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതെ, ഞാൻ പെട്ടെന്ന് വരാമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തിട്ട് പോയത്. അല്ല, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? എന്ത്? അവൾ എനിക്കെതിരെ സമരമുറ തുടങ്ങിയിട്ടുണ്ട്. ഉപവാസ സമരം തുടങ്ങിയിരിക്കുന്നേ. ഞാൻ അറിഞ്ഞു. പിന്നെ സ്റ്റാലിയെ മര്യാദ പഠിപ്പിക്കാൻ അവൾ വന്നിരിക്കുന്നേ. ഈ സ്റ്റാലി ആരുടെ മുന്നിൽ മുട്ടുകുത്തിയിട്ടില്ല. പിന്നെ അവളുടെ മുന്നിൽ സ്റ്റാലിയുടെ സുപ്പീരിയേഴ്സ് നോക്കിയിട്ട് പോലും നടക്കാത്ത കാര്യമാണ്. അതൊക്കെ സ്റ്റാലി ദേഷ്യത്തോടെ പറയുമ്പോഴത്തേനും അത് കുടിച്ചാനും മനസ്സിലായി തൻ്റെ മകൻ നല്ല കട്ടക്കലിപ്പിലാന്ന്. പക്ഷേ എങ്കിൽ അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാനായിട്ടും അത് കുട്ടിച്ചാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അലീനയ്ക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഒരുങ്ങുവാണ്. അതിൻ്റെ കഥകളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.